കാട്ടാക്കട പെരുംകുളത്തൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ആചാരലംഘനം നടക്കുന്നതായി നാട്ടുകാർ. ക്ഷേത്രത്തിൽ ചെയ്യാൻ പാടില്ലാത്ത പൂജകൾ പൂജാരിയുടെ നേതൃത്വത്തിൽ നടക്കുന്നതായി ക്ഷേത്ര സംരക്ഷണ സമിതി ഭാരവാഹികൾ വ്യക്തമാക്കി. ദേവസ്വം ബോർഡിന്റെ അധീനതയിലുള്ളതാണ് ഈ ക്ഷേത്രം. പൂജാരിയുടെ പ്രവൃത്തികൾ ശരിയല്ലാത്തതിനാൽ അദ്ദേഹത്തെ മാറ്റണമെന്നാവശ്യപ്പെട്ട് ക്ഷേത്ര സംരക്ഷണ സമിതി ഭാരവാഹികൾ ദേവസ്വം ബോർഡിന് കത്തയച്ചു. ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് മുന്നിലും ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. കാട്ടാക്കട ഡിവൈഎസ്പിക്കും ഇവർ പരാതി നൽകി. ക്ഷേത്രത്തിലെ പൂജ ചടങ്ങുകൾക്ക് ഭക്തർ നൽകുന്ന സാധനങ്ങളും തട്ടിപ്പ് നടത്തുന്നുവെന്ന് പരാതിയുണ്ട്. 2 ദിവസത്തിനുള്ളിൽ പ്രശ്നപരിഹാരം ഉണ്ടായില്ലെങ്കിൽ പൂജാരിയെ ക്ഷേത്രത്തിൽ പ്രവേശിപ്പിക്കാൻ അനുവദിക്കില്ലെന്നും ക്ഷേത്ര സംരക്ഷണ സമിതി പ്രവർത്തകർ പറഞ്ഞു. എന്നാൽ ആചാരലംഘനം നടത്തുന്ന തരത്തിൽ തെറ്റായ പൂജകളൊന്നും തന്നെ നടക്കുന്നില്ലെന്ന് പൂജാരി വ്യക്തമാക്കി. ദേവസ്വം ബോർഡ് ക്ഷേത്രമായതിനാൽ കൂടുതലൊന്നും പറയാനില്ലെന്നും പ്രതികരിക്കാൻ താല്പര്യപ്പെടുന്നില്ലെന്നും പൂജാരി വ്യക്തമാക്കി. ഈ ക്ഷേത്രത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങൾക്ക് അനുയോജ്യമല്ലാത്ത രീതിയിൽ പോറ്റിയുടെ ഭാഗത്തുനിന്ന് ചില നടപടിക്രമങ്ങൾ ഉണ്ടായതായി കമ്മിറ്റിക്ക് ബോധ്യപ്പെട്ടു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ദേവസ്വത്തിന് പലതവണ പരാതികൾ അയക്കുകയും അവർ നേരിട്ട് ബന്ധപ്പെടുകയും ചെയ്തിട്ടും അവരുടെ ഭാഗത്തുനിന്ന് യാതൊരു നടപടിയും ഉണ്ടായില്ല. അപ്പോൾ ബഹുജനങ്ങൾക്ക് ഇതിൻ്റെ ഇക്കാര്യത്തിൽ വളരെ ബുദ്ധിമുട്ടും നിരാശയുണ്ടായി. കാരണം ദേവചൈതന്യം നശിക്കുന്ന രീതിയിലാണ് ഇവിടുത്തെ ഈ പോറ്റി നടത്തുന്ന ക്രിയകൾ. അത് വിഷ്ണുസ്വാമി ക്ഷേത്രത്തെ സംബന്ധിച്ചുള്ള ഒട്ടും അനുയോജ്യമല്ല. അത്തരം പരിപാടികൾ ദേവചൈതന്യം നശിപ്പിക്കും. അതിൻ്റെ പേരിൽ ഞങ്ങൾ പൊതുജനങ്ങളെല്ലാം വിളിച്ചുകൂട്ടി ഇതിൻ്റെ മുമ്പ് 1-2 പ്രാവശ്യം തീരുമാനമെടുത്തെങ്കിലും അത് പോറ്റി അംഗീകരിക്കാൻ തയ്യാറാകാത്തത് കൊണ്ടാണ് ഞങ്ങൾ നിയമപരമായി DYSPയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ പെറ്റീഷൻ കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ഇതിൽ ഇടപെട്ട് പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ആ തീരുമാനം എന്താണെന്ന് 2 ദിവസത്തിനകത്ത് അറിഞ്ഞതിന് ശേഷം ഞങ്ങൾ മേൽ നടപടികൾ സ്വീകരിക്കുന്നതാണ്. അത് വിഷ്ണുസ്വാമി ക്ഷേത്രത്തെ സംബന്ധിച്ചുള്ള ഒട്ടും അനുയോജ്യമല്ല. ഇത് ആചാരാനുഷ്ഠാനങ്ങൾക്ക് അത് വിരുദ്ധമാണ്. അത് കമ്മിറ്റിക്ക് അംഗീകരിക്കാനൊക്കെ ഇല്ല. ദേവചൈതന്യം കുറഞ്ഞു പോകും. അത് ഈ പ്രദേശത്തെ നാട്ടുകാർക്ക് തീർച്ചയായും ദോഷങ്ങൾ തന്നെ ഉണ്ടാക്കും. അതുകൊണ്ടാണ് നമ്മളതിനെ നിർത്തണമെന്ന് ആവശ്യപ്പെട്ടത്. പക്ഷേ പോറ്റി അതിന് തയ്യാറായില്ല. പോറ്റി നിഷേധാത്മക നിലപാടാണ് സ്വീകരിച്ചത്. അതൊട്ടും നമുക്ക് അംഗീകരിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് ബഹുജനങ്ങളെ കമ്മിറ്റി എല്ലാം വിളിച്ചു കൂട്ടിയാണ് നമ്മളിത് മുമ്പ് പലതവണ ശ്രമിച്ചത്. അത് നടക്കാത്തതുകൊണ്ടാണ് വീണ്ടും നിയമപരമായി നമ്മൾ നീങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നത്. അത്